ഇതുണ്ടോ, ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതേതാ ഉത്സവപ്പറമ്പിലെ പാർക്കിംഗ് ഏരിയ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ വണ്ടികൾ മുഴുവൻ പാർക്ക് ചെയ്തിരിക്കുന്നത് ടൗൺഷിപ്പിലേക്ക് വന്ന ആളുകളുടെ വാഹനങ്ങളാണിതാ. അപ്പുറത്ത് ബസ്സിന് ആളുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വയനാട് ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. തുടക്കത്തിലെ പറയട്ടെ, അവിടുത്തെ ജനങ്ങൾ അവിടെ താമസിക്കുന്ന നിമിഷം മുതൽ ഈ പരിപാടി നിർത്തണം എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. വയനാട്ടിൽ ആ ദുരന്തം ബാധിച്ച ആ പുത്തുമലയിലത്തെ ആൾക്കാരില്ലേ, ചുരൽമലയിലെ ആളുകൾ, അവരൊരു കാഴ്ച വസ്തു ഒന്നുമല്ല. അവർ കൂട്ടിലടക്കപ്പെട്ട ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിൽ നമ്മൾ പോയി കാണേണ്ട വസ്തുക്കളൊന്നുമല്ല ആ ഒരു ജനതയും അവരുടെ വീടും എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതം. ഇത് ഒരു തരത്തിൽ ഗുണമാണ്. ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന് വളരെയധികം ഗുണമാണ്. കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുത്ത ആ ഒരു വീടിനെ ആളുകൾ വന്ന് കാണുന്നു, അതാൽ അഭിനന്ദിക്കുന്നു, ഭയങ്കര ആഹ്ലാദത്തോട് കൂടിയിട്ട് അവരതിന് സ്വീകരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായ കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ ദുരന്ത ടൂറിസം എന്നൊക്കെ പറയുന്ന പരിപാടിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ജനത താമസിക്കാൻ പോകുന്ന സ്ഥലത്തെ എന്തോ ഒരു പ്രാകൃതമാണ്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഫണ്ണി കാണാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല, ആളുകൾ അവിടേക്ക് ഇങ്ങനെ പാഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. നല്ല കാര്യമാണ്, ആളുകൾ കാണണം, അത് അനുഭവിക്കണം. നമ്മുടെ ഗവൺമെന്റ് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുത്തത്, ദുരന്തത്തിൽ പെട്ടുപോയ ആളുകൾക്ക് ആദ്യമായിട്ട് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുത്തത് തന്നെ നമ്മുടെ ജനങ്ങളെല്ലാം പോയി കാണണം. എന്താണ് LDF സർക്കാർ എന്നുള്ളത് ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം, എന്താണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളത് ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഒരല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെന്നാണ് താമസിക്കുന്നത് അന്നു മുതൽ ഒരു പക്ഷേ ഇത് നിർത്തേണ്ടി വരും. ഇത് നോക്കി നോക്കൂ, എത്ര ആയിരം ജനങ്ങളാണ്. മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചതോട് കൂടിയിട്ട് അത് നേരിട്ട് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടമായിട്ട് വരികയാണ്, ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്. അവിടെ ഇനി വർക്ക് തീരാനുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ജോലികൾ നിന്നും പോയി, JCBകളും ജോലി നടത്തുന്ന സംഭവങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ജോലിക്കാരുടെ എണ്ണവും കുറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നം വേറെ ഉണ്ട്. പക്ഷെ ആളുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി 178 വീടുകൾ കൊടുത്തു, അവിടെ ആളുകൾ താമസാക്കി എന്നൊക്കെ ഉള്ള ധാരണയിലാണ് വരുന്നത്. എല്ലാവരും വന്നിട്ട് ഏത് വീട്ടിലെ ആള് താമസിക്കുന്നതൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ വീട്ടിലൊന്നും ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടില്ല. കണ്ടില്ലേ, ഇപ്പൊ തന്നെ ആളുകള് ഇത് കുറച്ച് കഴിഞ്ഞ് ശല്യമായിട്ട് മാറുന്നേ. ആ പാവം ജനങ്ങളെ ഇനിയിപ്പോ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും ആളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് അവിടേക്ക് ഇങ്ങനെ ചെല്ലുക, ഏതൊക്കെ വീട്ടിലെ ആളുകൾ താമസമുള്ളതെന്ന് ചെല്ലുക, ആ വീട്ടിലേക്ക് കയറി ചെല്ലുക, അവരെ മുഖത്തേക്ക് ക്യാമറ വയ്ക്കുക, അവരെ ദുരന്ത ദൃശ്യങ്ങൾ, അവരെ ദുരന്ത അനുഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുക, അത് വീണ്ടും 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 ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ആളുകൾ മാറും. അത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും, നിങ്ങൾ അതിൽ വളരെ പോസിറ്റിവിറ്റി ഉണ്ട്, തേങ്ങണ്ട് മാങ്ങണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അത് ആ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ടുള്ള ശല്യമായി തീരുന്നതാണ്. അതാണ് അതിന്റെ വസ്തുത. പണി പൂർത്തിയായി കുറെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ താമസിക്കാൻ പാകത്തിനായിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം മാത്രമാണ് നടന്നത്. അപ്പൊ അതറിയാതെ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്, 178 പേര് താമസിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ധാരണയിൽ കുറെ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വരുന്നവരുണ്ട്, പിന്നെ ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആളുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പല ജാതിയിലുള്ള ആളുകൾ അവിടേക്ക് വരും. ഈ പല ജാതി ആളുകളിൽ ഒരുപക്ഷെ നല്ലതും ചീത്തതുമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നല്ലതായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അവിടെയൊക്കെ കണ്ടു പോകുന്നുണ്ടായിരിക്കും, ചീത്തരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അവിടെ നശിപ്പിക്കുന്നുണ്ടായിരിക്കും, തെറ്റായ വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. എന്തായാലും ആളുകൾ താമസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചെല്ലുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ പരിപാടി നിർത്തണം. ഇപ്പം നിങ്ങളാണ് ഇത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ കടന്നുപോയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കേണ്ടി വന്നെന്ന് വിചാരിക്കുക. വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്കൊരു വീട് സർക്കാർ തന്നു. ആ ഒരു നല്ല സുന്ദരമായ ഭവനത്തിൽ നിന്ന് താമസിക്കുമ്പോൾ ആഴ്ചയ്ക്ക് ഞായറാഴ്ചകളിൽ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ വീടിൻ്റെ മുമ്പാരത്ത് വണ്ടി നിർത്തുന്നു, ഇറങ്ങുന്നു. എന്നിട്ട് നിങ്ങൾ ആ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരല്ലേ, അപ്പം നമ്മൾ പറയാം അതെ, ഞങ്ങൾ വീടൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക, അവർ നമ്മുടെ വീട് കാണാൻ വരിക. നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയുന്ന പരിപാടിയില്ലേ, അത് പണ്ടറടക്കി പോകും. ഞാൻ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിന്റെ അവസ്ഥയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കണ്ടോക്കിയ വീഡിയോ.
ടൗൺഷിപ്പിലെ എന്തോരം ആൾക്കാരെ വരുന്ന അറിയോ? കണ്ടില്ലേ ട്രാവലറെ വരുന്ന നോക്കിയാൽ ഇപ്പം വെക്കേഷൻ ഒക്കെ ആണല്ലോ, ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നത്. വണ്ടികളൊക്കെ ഇവിടൊക്കെ അങ്ങനെ ആൾക്കാരുണ്ടോ? എത്ര ആൾക്കാരെ നോക്കിയാൽ വണ്ടികൾ വരുന്നത് പോകുന്നു. എനിക്ക് വന്നേ നമ്മളെ വയനാട് DTPC ഇല്ലേ, അതിന്റെ കേന്ദ്രങ്ങളിലെ കണ്ടി ആൾക്കാർ വയനാട് ടൗൺഷിപ്പിലേക്ക് വരുന്നത് കേട്ടോ. അത്ര ആൾക്കാർ വരുന്നേ, ഒരുപാട് ആൾക്കാർ അവിടെ അവിടെയൊക്കെ നോക്കിയാൽ വീടിന്റെ അടുത്ത് ഇത് കണ്ടേ വണ്ടികളൊക്കെ ഇവിടെ വന്നതാ, കട വന്നതാ. എന്താന്ന് ആലോചിക്കുക, എത്ര വണ്ടികളാ. ടൂറിസ്റ്റുകളാണ് ഇതിന്റെ നോക്കുന്നത്. വീടിന്റെ അടുത്ത് വഴി കൂടെ ആൾക്കാർ എത്ര ടൂറിസ്റ്റുകളാണ് വീടിന്റെ അടുത്ത് ആൾക്കാർ കയറാൻ വേണ്ടിട്ട്. പക്ഷെ മുകളിലെ ആൾക്കാരൊക്കെ അതിന്റെ മേലെ ആൾക്കാർ കയറി അടിപൊളി. വീടിന്റെ മേലെ വണ്ടികൾ. ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ, വണ്ടികളുടെ നിരനിരയായി പോയിക്കൊണ്ടിരിക്കുക. ആളുകൾ വേനൽക്കാലത്ത് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ടൗൺഷിപ്പ് കാണണമെന്ന് ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതൊക്കെ കാണുന്നതൊക്കെ നല്ലതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ, മിനിമം ഒരു 6-7 മാസത്തിനുള്ളിൽ ആ വീടുകളെ പണിയൊക്കെ തീർന്ന് അവിടെ ആളുകൾ താമസിക്കാൻ തുടങ്ങും. താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരെങ്കിലും അങ്ങോട്ട് പൂവുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തണം. ആ പോവരുത്, നമ്മൾ ഇനി അങ്ങോട്ട് പോവരുത്. അവിടെ താമസം തുടങ്ങിയിരിക്കുന്നു, ഇനി നമ്മൾ അങ്ങോട്ട് പോവരുത്. നമ്മൾ അവരെ ആരുമല്ല, അവർ നമ്മളുടെ ആരുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ സ്നേഹിച്ചിട്ടില്ല, സഹായിച്ചിട്ടില്ല എന്നല്ല. ഇനി നമ്മൾ അങ്ങനെയാണ് പെരുമാറേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ പോകുന്ന ആളുകളൊക്കെ അവരുടെ ഔദാര്യം കൊണ്ടുണ്ടാക്കിയ വീടാണെന്ന രീതിയിലൊക്കെ പെരുമാറിക്കളയും. സത്യമായിട്ടും പെരുമാറും. നമ്മുടെ നാട്ടിൽ ജനങ്ങൾ പല ജാതികളാണ്. ഞങ്ങളത് കയറ്റുന്നില്ല, ഞങ്ങളൊക്കെ നികുതി വന്നതിൻ്റെ, ഞങ്ങളൊക്കെ പൈസ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് വീട് വെച്ച് തന്നേ എന്നെങ്ങാനും ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല അവരുടെ ജീവിതം. സമാധാനപൂർണ്ണമുള്ള അവരുടെ സന്തോഷപരമായിട്ടുള്ള ജീവിതം അവിടെ അവസാനിക്കില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞേ, താമസിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവിടേക്കുള്ള എൻട്രി കട്ട് ചെയ്യണം. ബൈ.